12 വർഷമായിട്ട് വൈവാഹിക ജീവിതത്തിലേക്ക് പ്രവേശിച്ച് മക്കളില്ലാതെ പ്രയാസപ്പെട്ടിരുന്നൊരു കുടുംബം അള്ളാഹുവിൻ്റെ അപാരമായ കുദറത്ത് കൊണ്ട് IVF പോലെയുള്ള എക്സ്പെൻസീവ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യുന്നതിൻ്റെ മുമ്പ് തന്നെ മക്കളാകാൻ കാരണമായ ഒരു ചെറിയ കാരണമുണ്ടായിരുന്നു. കാര്യം വളരെ നിസ്സാരമാണെങ്കിലും അതു ശ്രദ്ധിക്കൽ കൊണ്ട് മാത്രമാണ് അവർക്ക് മക്കളുണ്ടായതെന്നാണ് ഞാനും വിശ്വസിക്കുന്നത്, അവരും വിശ്വസിക്കുന്നത്. അതുതന്നെയാണ് അതിൻ്റെ കാരണമെന്ന് അവർക്ക് ആത്മവിശ്വാസത്തോടു കൂടി അവർ പറയുകയും ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് വൈവാഹിക ജീവിതത്തിലേക്ക് പ്രവേശിച്ചൊരു കുഞ്ഞിക്കാല് കാണാൻ ആഗ്രഹിച്ചിരുന്ന ദമ്പതികൾക്ക് ഒരുപാട് ട്രീറ്റ്മെൻറ്റുകൾ നടത്തി അവസാനം IVF ചെയ്യണമെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന സമയത്ത് കുറച്ച് കഴിഞ്ഞ് ചെയ്യാമെന്ന് നീട്ടിവെച്ച് വളരെ പെട്ടെന്ന് അവർക്ക് IVF ചെയ്യുന്നതിൻ്റെ മുമ്പ് തന്നെ മക്കളായത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ടൊരു വിഷയമാണ്. ചെറിയ ചെറിയ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിപ്പിക്കുമ്പോഴേക്ക് നമ്മൾക്ക് ശരിയായ അറിവില്ലായ്മ കാരണം മക്കളാകാതെ പോയ എത്രയോ കേസുകൾ നമുക്കറിയാം. ഇന്ന് ഈ വീഡിയോ നിങ്ങൾക്ക് കാണുന്നതിലൂടെ മക്കളില്ലാതെ പ്രയാസപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഇൻഷാ അല്ലാഹ് ഈ വീഡിയോ അയച്ചു കൊടുത്ത് അവരോട് കൃത്യമായിട്ട് ഇത് കണ്ട് ഇതിനനുസരിച്ച് ചെയ്യാൻ വേണ്ടി പറയണം. നമ്മളിതിൽ ആത്മീയമായൊരു പരിഹാരം പറയുന്നുണ്ട്. നമ്മളെല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കലോടുകൂടെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യലോടുകൂടെ ആത്മീയമായ അള്ളാഹുവിലേക്ക് കൃത്യമായി നമ്മുടെ വിഷയങ്ങൾ പറഞ്ഞ് ദുആ ചെയ്യുകയും ഇതിൽ നമ്മൾ ഒരു പ്രത്യേക ഇസ്മും അതിനോട് ചേർത്ത് നമ്മൾ ചെയ്യേണ്ട ഒരു അമലും പറയുന്നുണ്ട്. അതൊക്കെ ചെയ്ത് എല്ലാം കൂടെ ഒരുമിച്ച് വരുമ്പോൾ ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ലാഹി തആല മക്കളുണ്ടാകും. ഈ സമയത്ത് അള്ളാഹു അവൻ്റെ ഓശാരമായിട്ട് പൂമ്പാറ്റ മക്കളെ നൽകിയ ഒരുപാട് ആളുകൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അവരിൽ മക്കളെ നൽകിയവരുണ്ട്. അവർ മനസ്സറിഞ്ഞ് റബ്ബ് നമുക്ക് നൽകിയ ആ അനുഗ്രഹം മനസ്സറിഞ്ഞ് ഒരു അൽഹംദുലില്ല പറയും. എത്ര മക്കളുണ്ടോ അതിനനുസരിച്ച് അൽഹംദുലില്ല പറയും. മക്കളില്ലാത്തവർക്ക് അതിൻ്റെ വേദന അറിയൂ. മക്കളില്ലാത്തവർ ഇൻഷാ അല്ലാന്ന് മനസ്സറിഞ്ഞ് ഇൻഷാ അല്ലാഹു എനിക്ക് മക്കളെ നൽകണേ എന്ന ആ നീയത്തോടുകൂടെ ഒരു ഇൻഷാ അല്ലയും പറയും. അള്ളാഹു മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകട്ടെ. ഉള്ള മക്കളെ അള്ളാഹു സുബ്ഹാനഹു വ തആല നല്ല സ്വാലിഹീങ്ങളായ മക്കളാക്കി അള്ളാഹു വളർത്തട്ടെ. ഇൻഷാ അല്ലാഹ് വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ്. ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി വിളിക്കേണ്ട ഡേറ്റ് ഞായറാഴ്ച 10 മണിക്കാണ്. വിളിച്ച് ബുക്ക് ചെയ്തതിൻ്റെ ശേഷം മാത്രമാണ് വരേണ്ടതെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ ഇത്തരം അപ്ഡേഷൻസുകളൊക്കെ ഇൻസ്റ്റഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. വാട്സപ്പിൽ നമ്മൾ സ്റ്റാറ്റസ് വെക്കാറുണ്ട്. വാട്സപ്പ് സ്റ്റാറ്റസ് സേവ് ചെയ്യുന്നവർക്ക് മാത്രമേ കാണാൻ സാധിക്കുന്നതുകൊണ്ട് ഇൻസ്റ്റഗ്രാമിൻ്റെ ID ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങൾക്ക് അവിടെ പോയിട്ട് ക്ലിക്ക് ചെയ്താൽ ശനി ഞായർ ദിവസങ്ങളിൽ നമ്മൾ കൃത്യമായിട്ട് ഏതെല്ലാം ചൊവ്വാഴ്ചകളിലുണ്ട്, എങ്ങനെയാണ് ബുക്ക് ചെയ്യേണ്ടതെന്നൊക്കെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അവിടെ നിങ്ങൾക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ഇൻഫെർട്ടിലിറ്റി, വന്ധ്യത എന്ന് പറയുന്നത് ഒരു കുഞ്ഞുണ്ടാകുന്നത് വളരെ എളുപ്പമായൊരു കാര്യമല്ല, നമ്മളതിൻ്റെ എല്ലാ വിഷയങ്ങളും മനസ്സിലാക്കി നോക്കുമ്പോൾ. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന വലിയൊരു ഭാഗ്യമാണത്. ഒരുപാട് വർഷങ്ങളായി വൈവാഹിക ജീവിതത്തിലേക്ക് പ്രവേശിച്ച് മക്കളില്ലാതെ പ്രയാസപ്പെടുന്ന എത്രയോ ആളുകളുണ്ട്. അതിൻ്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്ത് നോക്കുമ്പോൾ 8ൽ ഒരാൾക്ക് അവർ ഈ ഒരു വിഷയം സഫർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെന്നാണ്, അവർ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. 8ൽ ഒരാൾക്ക് മക്കളില്ലാതെ, മക്കളാകാൻ ഡിലേ ആയിക്കൊണ്ടിരിക്കുന്നു, പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതൊരു പ്രൈമറി ഇൻഫെർട്ടിലിറ്റിയും ഉണ്ട്, സെക്കൻഡറി ഇൻഫെർട്ടിലിറ്റിയും ഉണ്ട്. പ്രൈമറി ഇൻഫെർട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ വൈവാഹിക ജീവിതത്തിലേക്ക് പ്രവേശിച്ച് തീരെ മക്കളാകാത്ത ആളുകളാണ്. സെക്കൻഡറി ഇൻഫെർട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ വൈവാഹിക ജീവിതത്തിലേക്ക് പ്രവേശിച്ചു, ആദ്യത്തെ 2-3 വർഷങ്ങൾക്കിടയിൽ ഒരു കുഞ്ഞായി, പിന്നീട് ഈ കുഞ്ഞിൻ്റെ ജന്മത്തിന് ശേഷം ഏകദേശം ഇതിനൊരു 10-12 വയസ്സായിട്ടും രണ്ടാമത്തെ ഒരു കുട്ടിക്ക് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മക്കളാകാതെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഏത് രൂപത്തിലാണെങ്കിലും രണ്ടും വളരെയധികം ഓരോരുത്തരെ സംബന്ധിച്ചിടത്തോളം പ്രയാസമുള്ള കാര്യം തന്നെയാണ്. ഇൻഫെർട്ടിലിറ്റി, വന്ധ്യത എന്ന് പറയുന്നത് നമ്മുടെ കുടുംബത്തിൽ നമുക്ക് അതുണ്ടാകുമ്പോൾ അതിൻ്റെ വേദന നമുക്കറിയണമെങ്കിൽ അത് കൃത്യമായിട്ട് അനുഭവിക്കുക വേണം. മക്കളില്ലാത്തവരുടെ വേദന അത് അവർക്കേ അറിയുള്ളൂ. യഥാർത്ഥത്തിൽ അവർക്കൊരു പുറത്തൊരു പബ്ലിക്കിൽ ഒരു ഫങ്ഷൻസിന് പോകാൻ പോലും സാധിക്കില്ല. പലപ്പോഴും നമ്മുടെ അടുക്കൽ ഇത്തരം കേസുകളുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ ഉസ്താദ് എനിക്ക് എൻ്റെ കുടുംബത്തിലുള്ള ഒരു വിവാഹത്തിന് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല, അതേപോലെ തന്നെ ഫ്രണ്ട്സിൻ്റെ ഒപ്പം യാത്ര ചെയ്യാൻ പറ്റുന്നില്ല, എവിടെ പോകുമ്പോഴും ഈ ഒരു ക്വസ്റ്റ്യനാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പോസിറ്റീവായോ, മക്കളായോ, എന്തായി, ട്രീറ്റ്മെൻറ്റ് എന്തായി, ആയില്ലേ,
ഈ മാസം എന്തായി? ഇങ്ങനെ വേദനപ്പെടുത്തുന്ന ഒരുപാട് ചോദ്യങ്ങൾ. ഇത് കേൾക്കുന്നവരോട് ഓർമ്മപ്പെടുത്താനുള്ളത്, മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന രൂപത്തിൽ അത്തരം സംസാരങ്ങൾ അവർക്ക് അതുപോലും അവരെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. അവർക്ക് മക്കളുണ്ടാകുന്നതിന്. ആ ഒരു സ്ട്രെസ്സിലൂടെ അവർ ജീവിക്കുമ്പോൾ, ആ നിരാശയിലൂടെ അവർ ജീവിക്കുമ്പോൾ അതവർക്ക് നെഗറ്റീവായി മാറുന്നുണ്ട് എന്നുള്ളത് കൂടെ നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ മക്കളില്ലാതെ പ്രയാസപ്പെടുന്നവർ മാനസികവും സാമൂഹികവുമായിട്ടുള്ള വലിയധികം പ്രയാസങ്ങളിലൂടെയാണ് അവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ചില ആളുകൾക്കൊക്കെ സമയക്കുറവുണ്ട് പരസ്പരം ഒരുമിച്ച് ജീവിക്കാൻ. അതേപോലെ തന്നെ അവരുടെ കരിയറുമായി ബന്ധപ്പെട്ട്, ജോബുമായി ബന്ധപ്പെട്ട്. ചില ആളുകൾക്ക് ശരിയായ അറിവില്ലായ്മയാണ് യഥാർത്ഥത്തിൽ മക്കളില്ലാത്തതിൻ്റെ കാരണം. അറിവില്ലായ്മ എന്ന് പറഞ്ഞാൽ ഇതൊരു കൃത്യമായ സമയത്ത് നടക്കണം. ആ സമയത്ത് നടന്നാൽ മാത്രമേ മക്കളാകുകയുള്ളൂ. ആ അറിവില്ലാത്തതിൻ്റെ പേരിൽ മക്കളാകാതെ പോയ എത്രയോ ആളുകളുണ്ട്. അങ്ങനെ വൈകുന്ന ആളുകളുണ്ട്. എൻ്റെ അനുഭവത്തിൽ തന്നെ, എൻ്റെ സുഹൃത്തുക്കളിൽ തന്നെ 6 വർഷമായിട്ട് മക്കളില്ലാതെ പ്രയാസപ്പെട്ടുകൊണ്ടിരുന്ന എൻ്റെ സുഹൃത്തിൽപ്പെട്ട ഒരാൾ. അപ്പോൾ ഈ ഒരു വിഷയം നമ്മളോട് അവതരിപ്പിക്കുകയും അവർ നാട്ടിലേക്ക് വരുന്ന ഒരു ലീവുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്ത് നോക്കുമ്പോൾ, വിവാഹം കഴിഞ്ഞിട്ട് 3 വർഷവും അവർ വീട്ടിലേക്ക് ഭാര്യയുടെ അടുത്തേക്ക് അവരെത്തിയിട്ടുള്ളത് ഒരു സമയത്താണ്. ആ ഒരു സമയം അങ്ങനെ തന്നെയാണ് എപ്പോഴും. അങ്ങനെ തന്നെയാണെന്ന് പറഞ്ഞാൽ ഓവുലേഷൻ എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ. ഈ ഓവുലേഷൻ നടക്കുന്ന ആ സമയത്തല്ല എത്തുന്നത്. ആ 3 വർഷം അവരെത്തുന്നത് അല്ലാത്ത സമയത്താണ്. അതായത് പ്രഗ്നൻസിക്കുള്ള പോസിബിലിറ്റി വളരെ കുറഞ്ഞ സമയത്താണ് ഒരുമിച്ച് കൂടുന്നത്. അതുകൊണ്ട് തന്നെ ശരിയായ അറിവില്ലായ്മ കാരണം മക്കളാകാതെ പോകുന്ന എത്രയോ കുടുംബങ്ങളുണ്ട്. നമ്മൾ അതിൻ്റെ എല്ലാ ഘടകങ്ങളും നോക്കുമ്പോൾ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാം. അതുകൊണ്ട് തന്നെ നല്ല ഒരു പ്രഗ്നൻസിയൊക്കെ പ്ലാൻ ചെയ്യുന്ന ആളുകൾ നല്ല രൂപത്തിൽ കൃത്യമായി പഠിച്ചു മനസ്സിലാക്കി അതിനനുസരിച്ച് നീങ്ങുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് സക്സസ് ആവും എന്നുള്ളതാണ്. ചെറിയ ചെറിയ കാര്യങ്ങളിൽ മാറ്റം വരുത്തൽ കൊണ്ട് തന്നെ മക്കളാകുന്നതുമായി ബന്ധപ്പെട്ട് വലിയ വിജയം നമുക്ക് സാധ്യമാകും. ചെറിയ ചെറിയ കാര്യങ്ങളിൽ മാറ്റം വരുത്തിയാൽ. അപ്പോൾ ചില തടസ്സങ്ങളൊക്കെ ഉണ്ടാകും മക്കളുണ്ടാകുന്നതിന്. ആ പല തടസ്സങ്ങളും സ്കാനിങ്ങിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് ചെറിയ മാറ്റങ്ങളിലൂടെ തന്നെ ആ സ്കാനിങ് റിപ്പോർട്ടിലൂടെ മനസ്സിലാക്കിയ ആ തടസ്സങ്ങളെ നീക്കം ചെയ്യാൻ പറ്റും. നമുക്കറിയാവുന്ന എത്ര അനുഭവങ്ങളുണ്ട്. എന്നാൽ ചില കേസുകളിൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള IVF ഉൾപ്പെടെയുള്ള എക്സ്പെൻസീവ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകൾ നടത്തേണ്ടി വരും. എന്നാൽ ചിലപ്പോൾ ഫെലോപ്പിൻ ട്യൂബ്സ് അത് ഈ അണ്ടവാഹിനി കുഴലുകൾ അത് ബ്ലോക്ക്ഡ് ആയിട്ടുണ്ടാകും. അങ്ങനെ ബ്ലോക്ക്ഡ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ട്രീറ്റ്മെൻറ്റുകൾ നടത്തേണ്ടി വരും. ചിലപ്പോൾ ഈ സ്പേമിൻ്റെ ചലനശേഷി, അതിൻ്റെ നമ്പർ, അതുമായി ബന്ധപ്പെട്ടുള്ള ക്വാണ്ടിറ്റി ഇതുമായി ബന്ധപ്പെട്ടുള്ള തടസ്സങ്ങളായിരിക്കാം. ഇത്തരം തടസ്സങ്ങളൊക്കെ നല്ല ടെസ്റ്റിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുകയും ആ മനസ്സിലാക്കിയ ടെസ്റ്റിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യങ്ങളൊക്കെ കൃത്യമായി അത് ഇമ്പ്രൂവ് ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ എത്രയോ അനുഭവങ്ങൾ മക്കളായതുണ്ട്. എത്ര വിഷയം ഉണ്ടെങ്കിലും റബ്ബ് തീരുമാനിച്ചാലേ നടക്കുള്ളൂ എന്നുള്ളത് തീർത്തും നമുക്കെല്ലാം മനസ്സിലാക്കാവുന്ന കാര്യമാണ്. എങ്ങനെയായാലും ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അതാണ് അതിൻ്റെ തുടക്കത്തിൽ പറഞ്ഞത്. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ട് നമ്മൾ ആത്മീയമായ വഴികളിലേക്ക് നീങ്ങണം. ഇപ്പോൾ ഒരാൾ മക്കളുണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നു, വിവാഹം കഴിക്കുന്നില്ല, എന്നിട്ട് മക്കളുണ്ടാവണം എന്ന് പറഞ്ഞാൽ നടക്കുക? നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി ചെയ്യണം. അതാണല്ലോ പള്ളിയിൽ നിസ്കരിക്കാൻ വേണ്ടി വരുന്ന സമയത്ത് ഒട്ടകത്തിനെ കെട്ടാതെ നിസ്കരിക്കാൻ വേണ്ടി കയറുന്നു. ഒട്ടകത്തിനെ കെട്ടാതെ നിസ്കരിക്കാൻ വേണ്ടി കയറുമ്പോൾ ചോദിക്കുന്നു, ഒട്ടകത്തിനെ കെട്ടാതെ നിസ്കരിക്കാൻ വേണ്ടി കയറിയാൽ ആ ഒട്ടകം നഷ്ടപ്പെട്ടു പോകില്ലെന്ന് ചോദിച്ചപ്പോൾ എന്താ മറുപടി പറഞ്ഞത്? ഞാൻ നഷ്ടപ്പെട്ടു പോകില്ലെന്ന് ചോദിച്ചപ്പോൾ ഞാൻ അള്ളാഹ്ക്ക് വേണ്ടിയാണ് നിസ്കരിക്കുന്നത്, എൻ്റെ ഒട്ടകത്തിന് അള്ളാഹ് നോക്കിക്കൊള്ളുന്നു. അപ്പോൾ പറഞ്ഞത് എന്താ? നീ ചെയ്യേണ്ടത് നീ ചെയ്യണം. നീ ഒട്ടകത്തിനെ കെട്ടണം. ഒട്ടകത്തിനെ കെട്ടിയിട്ട് നിസ്കരിക്കണം. നിസ്കാരം കഴിഞ്ഞിട്ടോ നിസ്കാരത്തിൻ്റെ മുമ്പൊക്കെ ആയിട്ട് ഒട്ടകത്തിൻ്റെ കാവലിന് വേണ്ടി നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ദുആ ചെയ്യണം. നമ്മൾ ചെയ്യണമെന്നാണ് അതിൻ്റെ പാഠം. ഈ ഒട്ടകമൊക്കെ മരുഭൂമിയിൽ നഷ്ടപ്പെട്ടു പോയിട്ട് മരുഭൂമി അനന്തമായി കിടക്കുന്നതാണ്. അപ്പം ഇങ്ങനെ അതിനെ തിരഞ്ഞു പോയിട്ട് വെള്ളം കിട്ടാതെ ഒട്ടകം നഷ്ടപ്പെട്ട ഒട്ടകത്തിനെ തിരഞ്ഞു പോയിട്ട് വെള്ളം കിട്ടാതെ മരിച്ചുപോയ അനുഭവമുള്ള മരുഭൂമിയുടെ മണ്ണിൽ അവിടെ ഒട്ടകത്തിനെ കെട്ടുന്നതുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ടത് ചെയ്യണം എന്ന കൃത്യമായ പാഠം പഠിപ്പിക്കപ്പെട്ടവരാണ് നമ്മൾ. അതുകൊണ്ട് ഇത്തരം എല്ലാ വിഷയങ്ങളും ആധുനിക കാലഘട്ടത്തിലുള്ള സയൻസ് പറയുന്ന, ഗൈനക്കോളജിസ്റ്റ് നമ്മോട് നിർദ്ദേശിക്കുന്ന നിർദ്ദേശങ്ങളും അറിവുള്ളവർ പറയുന്ന പാഠങ്ങളൊക്കെ ഉൾക്കൊണ്ട് നല്ല രൂപത്തിൽ ജീവിതത്തെ ക്രമപ്പെടുത്തുന്നതോടുകൂടി അള്ളാഹുവിനോട് ദുആ ചെയ്യണം എന്നാണ് നമ്മൾ പറയുന്നത്. ചില വിഷയങ്ങളൊക്കെ ഒരു ടെസ്റ്റിലും ഒരു കാരണവും കണ്ടെത്താൻ കഴിയാത്ത ചില വിഭാഗങ്ങളുണ്ട്. ചെറിയ വിഭാഗം.
അവർ മക്കളാകാത്തതിൻ്റെ റീസൺ എന്താണെന്ന് ഒരുപാട് ട്രീറ്റ്മെൻറ്റുകളും ടെസ്റ്റുകളൊക്കെ നടത്തിയിട്ടും ഒന്നും സക്സസ് ആവാതെ, ഒന്നും ഫലം കാണാത്ത, എന്താണ് ഇതിൻ്റെ തടസ്സം എന്ന് മനസ്സിലാക്കാൻ സാധിക്കാത്ത റയർ കേസസുകളും ഉണ്ട്. അപ്പോൾ നമ്മൾ പരമാവധി നമ്മൾ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളിലും സിസ്റ്റമാറ്റിക്കലി വൈവാഹിക ജീവിതത്തിൻ്റെ സ്റ്റാർട്ടിങ് മുതൽ മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏജ് ഫാക്ടർ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അത് ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻഫെർട്ടിലിറ്റിയിൽ. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു ഏജ് കഴിഞ്ഞാൽ അവിടെ അതിൻ്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും, എക്സിൻ്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ഒക്കെ അത് കുറയും. അങ്ങനെ കുറയുന്ന സമയത്ത് ഇത് പ്രഗ്നൻസി ആകാനുള്ള സക്സസ് റേറ്റ് അതും കുറയും എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ ഫീമെയിൽസിനൊക്കെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്ന ഒരു ഏജ് ഏകദേശം 21 വയസ്സിൻ്റെയും ഒരു 37-40 വയസ്സിൻ്റെ ഉള്ളിൽ അങ്ങനെ വേരിയേഷൻസ് ഉണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. ആ ഒരു സമയത്ത് തന്നെ ചില ആളുകൾ ബോധപൂർവം ഡിലേ ആക്കാറുണ്ട്. ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നില്ല, പിന്നീട് ആക്കാമെന്ന് പറഞ്ഞിട്ട്. നമ്മൾ പരമാവധി എല്ലാം കൂടെ മാച്ച് ചെയ്തിട്ട്, നമുക്ക് പഠിക്കാനുണ്ടെങ്കിലും അതിനൊരു റെസ്റ്റ് കൊടുത്ത്, അല്ലെങ്കിൽ ഒരു ഗ്യാപ്പ് കൊടുത്ത്, ബ്രേക്ക് കൊടുത്ത്, എല്ലാം കൂടെ നമ്മൾ നോക്കിയിട്ടാണ് മുന്നോട്ട് പോകേണ്ടത്. ഏജ് ഫാക്ടർ വളരെയധികം പ്രധാനപ്പെട്ടതാണ്. അത് വളരെയധികം ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. നമ്മളിതിൻ്റെ തുടക്കത്തിൽ പറഞ്ഞൊരു കേസ് ഉണ്ടല്ലോ, ഒരുപാട് വർഷങ്ങളായിട്ട് മക്കളാകാതെ പ്രയാസപ്പെട്ടിരുന്നൊരു കുടുംബം. അവർ IVF ചെയ്യണമെന്ന് കരുതി ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അങ്ങനെ IVF ചെയ്യണമെന്ന് കരുതി ഇരുന്നിട്ട് അത് നടക്കുന്നില്ല. കാരണം എക്സ്പെൻസീവാണ്. അപ്പോൾ അതിൻ്റെ ഫണ്ട് അവരിങ്ങനെ കളക്ട് ചെയ്തുകൊണ്ട് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. അങ്ങനെ IVF ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് നമ്മുടെ അടുക്കൽ ആ കുടുംബം വന്നു. അള്ളാഹുവിൻ്റെ അപാരമായ കുദരത്ത് കൊണ്ട്, നമ്മളിവിടെ മിറാക്കിൾ മാജിക് ഒന്നുമല്ല ഇവിടെ. നമ്മളവരുടെ കാര്യങ്ങൾ കൃത്യമായി ചോദിച്ച് മനസ്സിലാക്കുന്നു, പഠിക്കുന്നു. നമ്മൾ പഠിച്ചതനുസരിച്ച് അവരുടെ സൈക്കിള് കറക്റ്റാണോ നോക്കുന്നു, ഇറഗുലറാണോ റെഗുലറാണോ, ഇത്തരം വിഷയങ്ങളും അവരുടെ സ്കാനിങ്ങിൻ്റെ, അതേപോലെ തന്നെ അവരുടെ ടെസ്റ്റുകളുടെ റിസൾട്ടുകളും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമ്മൾ പഠിച്ചത് പ്രകാരം എല്ലാം അനുകൂലമാണോ, അതല്ല എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്ന് നമ്മൾ മനസ്സിലാക്കിയത് പ്രകാരം നോക്കുകയും അതിനനുസരിച്ച് നമ്മളെക്കൊണ്ട് പറ്റുന്ന രൂപത്തിൽ അവർക്ക് സജഷൻസ് കൊടുക്കുകയും അതിനനുസരിച്ച് കോണ്ടാക്റ്റ് ചെയ്യാൻ വേണ്ടി പറയുകയും, ആത്മീയമായിട്ട് നിങ്ങൾ ഇന്ന സ്ഥലങ്ങളിൽ പോയിട്ട് അവിടെ ഈ രൂപത്തിൽ ചെയ്യണം എന്ന് പറയുകയും, ചില നമ്മളും ഫലം കണ്ട ചില ആത്മീയമായ ചില വഴികളുണ്ട്, ആ വഴികളൊക്കെ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. അപ്പോൾ അതുവരെ അവർ അനുഭവിച്ചിരുന്നൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ, ഭയങ്കരമായിട്ട് അവർ ടെൻഷനായിരുന്നു. സ്ട്രെസ്സ് നല്ലോണം അവരുടെ രണ്ടാളുടെ മുഖത്തുനിന്ന് നമുക്ക് ഫീൽ ചെയ്തിരുന്നു. നന്നായിട്ട് സ്ട്രെസ്സിലായിരുന്നു അവർ. അങ്ങേയറ്റത്തെ ഡിപ്രഷൻ്റെ സ്റ്റേജിലായിരുന്നു. അപ്പോൾ ഒരു നിലക്കും അവർക്ക് ഈ ഒരു കോണ്ടാക്റ്റ് ചെയ്യുന്ന സമയത്തും അവർ വല്ലാത്ത നിരാശയോടുകൂടെ കോണ്ടാക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ട് അവർക്ക് ചെയ്യുന്ന നല്ലൊരു കോൺഫിഡൻറ്റ് കൊടുക്കുക. ഇത് ഇൻഷാ അള്ളാഹ് വിത്തിൻ 6 മന്ത്സിൽ ഇൻഷാ അള്ളാഹ് നിങ്ങൾക്ക് പോസിറ്റീവ് ആകുന്നുള്ള ധൈര്യം നമ്മൾ കൊടുക്കുകയും, നമ്മൾ അവരുടെ കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്തിട്ടാണ് പറഞ്ഞു കൊടുക്കുകയും അവരോട് ഈ ടെൻഷൻ പൂർണ്ണമായിട്ട് മാറ്റുകയും, നമ്മളവരുടെ ഒരു പീരിയഡ്സിൻ്റെ സൈക്കിള് അവർ നമുക്ക് പറഞ്ഞു തരികയും, അതിൽ നിന്ന് ഓവുലേഷൻ ഇന്ന ഡേറ്റാണെന്ന് കൃത്യമായി പറയുകയും, ആ ഡേറ്റിൽ രണ്ടാളും കപ്പിൾസ് അവർ അവൈലബിൾ ആയിരിക്കണം എന്നുള്ളതും, അതിന് കൃത്യമായി ഇങ്ങനെയാണ് ഫോളോ ചെയ്യേണ്ടതും, അവർ കഴിക്കേണ്ട ചില ഫുഡ്സ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ട് അവർക്ക് നല്ലൊരു സജഷൻ കൊടുക്കുകയും ചെയ്തു. കൂട്ടത്തിൽ ഒരു കുറച്ച് ദിവസം നോമ്പെടുത്തിട്ട് ചില കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറയുകയും ചെയ്തു. അവർ നല്ല ആത്മവിശ്വാസത്തോടു കൂടെയാണ് പോയത്. അള്ളാഹുവിൻ്റെ അപാരമായ കുദറത്ത് കൊണ്ട് അവർക്ക് മക്കളാക്കാനുള്ള വലിയ ഭാഗ്യം വന്നിരിക്കുകയാണ്. അള്ളാഹു വലിയ തൗഫീഖ് നൽകട്ടെ, മക്കളൊക്കെ അള്ളാഹു സ്വാലിഹീങ്ങളാക്കട്ടെ. അപ്പോൾ എന്താണ് അവിടെ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ, ഈ IVF ഉൾപ്പെടെയുള്ള ഈ ട്രീറ്റ്മെൻറ്റിൻ്റെ ഈ ഘട്ടങ്ങളിലൊക്കെ നന്നായിട്ട് ടെൻഷനോട് കൂടി ഇതാകില്ല, ഇതാവില്ല, പുറത്തേക്ക് ഇറങ്ങിയാൽ എപ്പോഴും വളരെയധികം പ്രയാസം, മറ്റുള്ളവർ ഇത്തരം ക്വസ്റ്റ്യൻസുകൾ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ. അങ്ങനെ അവർക്ക് നല്ലൊരു കോൺഫിഡൻറ്റ് കിട്ടുകയും ഈ കാര്യങ്ങൾ കൃത്യമായി ചെയ്യുകയും ചെയ്തപ്പോൾ, അതോടുകൂടി ആത്മീയമായ വഴികൾ അവർ അപ്ലൈ ചെയ്യുകയും ചെയ്തപ്പോൾ അവർക്ക് നല്ല റിസൾട്ട് അതിൽ ലഭിച്ചു എന്നുള്ളതാണ്. ആർക്കും ഇത് ചെയ്തു വെക്കാം. ഇൻഷാ അല്ലാഹ് ഞാൻ എന്താണ് ആത്മീയമായ വഴി എന്നുള്ളത് പറയുന്നുണ്ട്. നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കും വേണം. ഇപ്പോൾ ഇത്തരം ആളുകളോട് നമ്മൾ പാലിക്കേണ്ട ചില മര്യാദകൾ, നമ്മുടെ മക്കളൊക്കെ കൂട്ടിയിട്ട് അവരുടെ ഇടയിൽ അവരെ ടെൻഷൻ അടുപ്പിക്കുന്ന രൂപത്തിൽ, അല്ലെങ്കിൽ അവരോട് ഇത്തരം ക്വസ്റ്റ്യൻസുകൾ, അവരിഷ്ടപ്പെടാത്ത ക്വസ്റ്റ്യൻസുകൾ അവരോട് ചോദിക്കുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മൾ നന്നായിട്ട് ചിട്ടയിലും നല്ല ഡിസിപ്ലിൻ പാലിക്കണം എന്നുള്ളതാണ്. ഈ അണ്ടോൽപാദനം എന്നൊക്കെ പറയുന്ന ഓവുലേഷൻ മാസത്തിലൊരിക്കൽ
അത് ഒരു ആർത്തവ ചക്രത്തിൽ ഒരു തവണ മാത്രം സംഭവിക്കുന്നതാണ്. ആ ഒരു സമയത്താണ് യഥാർത്ഥത്തിൽ പ്രഗ്നൻസി കൂടുതൽ സാധ്യത എന്നല്ല, ആ സമയത്ത് മാത്രമേ പ്രഗ്നൻസി ഗർഭധാരണം നടക്കുകയുള്ളൂ എന്നുള്ളതാണ് സയൻസ് പറയുന്നത്. അപ്പോൾ അത് എന്താ മാസത്തിലൊരിക്കലാണ്, ഒരു ആർത്തവ ചക്രത്തിൽ ഒരു തവണ മാത്രമാണ്. അപ്പോൾ ഈ കൗണ്ട് കുറവൊക്കെ ഉള്ള ആളുകൾ അതിൻ്റെ തൊട്ട് മുമ്പുള്ള 2-3 ദിവസങ്ങളൊക്കെ കോൺടാക്റ്റ് ചെയ്തിട്ട് വീണ്ടും ആ ഓവുലേഷൻ നടക്കുന്ന കറക്റ്റ് ദിവസം വീണ്ടും കോൺടാക്റ്റ് ചെയ്യുമ്പോൾ കൗണ്ട് വീണ്ടും കുറയാണ്. അപ്പോൾ ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കലോടുകൂടെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്തുമ്പോൾ ഉണ്ടാകുന്ന ചില അത്ഭുതങ്ങളാണ് നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കിയതനുസരിച്ച് നമ്മൾ ചെയ്യുമ്പോൾ നല്ല റിസൾട്ട് പലർക്കും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കണമെന്ന് ഇടയ്ക്കിടയ്ക്ക് ഓർമ്മപ്പെടുത്തുന്നത്. അപ്പോൾ ആ ദിവസം കോൺടാക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അത് ഈ ഓവുലേഷൻ നടക്കുന്ന സമയത്തൊക്കെ ഈ അണ്ടോൽപാദനം, അണ്ടവിസർജനമൊക്കെ അത് ഫീമെയിലിൽ യഥാർത്ഥത്തിൽ ഒരു 24 ഹവേഴ്സൊക്കെ നിലനിൽക്കുള്ളൂ. ആ സമയത്ത് സ്പേം അവിടെ കൃത്യമായിട്ട് എത്തണം. എന്നാൽ ഈ എന്താ പുരുഷന്മാരുടെ ഇതൊക്കെ 1, 2, 3 ദിവസമൊക്കെ നീണ്ടു നിൽക്കുമെങ്കിലും ആ ഒരു ദിവസത്തിനുള്ളിൽ അത് എത്തണം എന്നുള്ളതാണ്. ചിലപ്പോൾ ഫെലോപ്പിൻ ട്യൂബിൽ ബ്ലോക്സുകൾ ഉണ്ടാകും. അപ്പോൾ എത്താനുള്ള പ്രയാസം ഉണ്ടാകും. അപ്പോൾ അതൊക്കെ നമ്മൾ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നല്ല ഒരു ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് പ്രോപ്പറായ സമയത്ത് തന്നെ അത് ചെയ്യണം എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ നേരത്തെ ഏജ് ഫാക്ടറിനെ കുറിച്ച് പറഞ്ഞല്ലോ. ഈ കറക്റ്റ് ഏജിൽ തന്നെ ഇതിൻ്റെ എല്ലാ തടസ്സങ്ങളും എല്ലാ പ്രശ്നങ്ങളും കണ്ടെത്തി അതിന് കൃത്യമായ സൊല്യൂഷൻ സ്പിരിച്വലി എല്ലാം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. നമ്മൾ അള്ളാഹിനോട് ദുആ ചെയ്യണം, ആത്മീയമായിട്ട് ചെയ്യണം. അതോടൊപ്പം തന്നെ നമ്മൾ ഇത്തരം ഭൗതികമായ വിഷയങ്ങൾ അതിൻ്റെ ഘടകങ്ങളൊക്കെ നമ്മൾ നോക്കുകയും വേണം. ഈ PCOD യും PCOS ഒക്കെ ഉള്ള ഒരുപാട് ആളുകളുണ്ട്. PCOD പോളിസിസ്റ്റിക് ഓവറി ഡിസീസ് സിൻഡ്രോം എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് യഥാർത്ഥത്തിൽ ഈ PCOD ഒക്കെ ഇതിന് പ്രതികൂലമായിട്ട് പലപ്പോഴും കാരണമാകാറുണ്ട്. അപ്പോൾ അതിൻ്റെ സിംറ്റംസുകൾ നമുക്ക് നേരത്തെ ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നന്നായിട്ട് അമിതവണ്ണം ഉണ്ടായിരിക്കാം. മെലിഞ്ഞവരിലും PCOD യും PCOS ഒക്കെ ഉണ്ട്, കൂടുതൽ കാണുന്നതാണ് പറയുന്നത്. അൺവാണ്ടഡ് ഹെയർ ഗ്രോത്ത്, ഈ മീശ, അതേപോലെ തന്നെ താടി, ഇതൊക്കെ സ്ത്രീകളിൽ ഉണ്ടായിരിക്കുക. ഇതൊക്കെ ഈ PCOD യുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ലക്ഷണമാണ്. ഇതുള്ളവർക്കൊക്കെ PCOD ഉണ്ട് എന്നുള്ളതല്ല. ഇത് PCOD ഉള്ളവരിൽ കാണുന്ന ഒരു സിംറ്റമാണിത്, ലക്ഷണമാണിത്. ഈ ഒരു മെയിൽ പാറ്റേൺ ഓഫ് ഹെയർ ഗ്രോത്തിൽ ഒരു പുരുഷന്മാരുടെ ഒരു ശൈലി, മീശയിൽ, താടിയിൽ, ചെസ്റ്റിൽ, ചിന്നിലൊക്കെ ഇങ്ങനെ രോമങ്ങൾ അമിതമായിട്ട് വളരുക. ഇതൊക്കെ തൈറോയിഡുമായി ബന്ധപ്പെട്ടതാണ്. ഈ ഹോർമോൺ ഇഷ്യൂസൊക്കെ നന്നായിട്ട് അത്തരം സന്ദർഭങ്ങളിലൊക്കെ ഉണ്ടാകും. അപ്പോൾ PCOD യും PCOS ഒക്കെ വളരെ നേരത്തെ തന്നെ മനസ്സിലാക്കിയിട്ട് അതിന് ആപ്റ്റായിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകൾ നമ്മൾ കൃത്യമായിട്ട് നടത്തുക. അത് എങ്ങനെയാണോ നമുക്ക് കഴിയുന്ന ആ രൂപത്തിൽ നടത്തുക. അതോടൊപ്പം തന്നെ നമ്മൾ ചെയ്യുന്ന ആത്മീയമായ കാര്യങ്ങളും ചെയ്യാം. ഈ യൂട്രസിലുണ്ടാകുന്ന സിസ്റ്റുകൾ അത് ഓവറായി കഴിഞ്ഞാൽ, ഗർഭാശയ മുഴകൾ നന്നായിട്ട് വലുതായി കഴിഞ്ഞാൽ അതൊക്കെ ചിലപ്പോൾ പ്രശ്നങ്ങളായേക്കാം. ഈ ഫെലോപ്പിൻ ട്യൂബ്സിലുണ്ടാകുന്ന ചില ബ്ലോക്സുകൾ, ഇതൊക്കെ നമ്മൾ വളരെയധികം കൃത്യമായിട്ട് മനസ്സിലാക്കണം. നേരത്തെ നമ്മൾ ഏജുമായി ബന്ധപ്പെട്ട് പറഞ്ഞാൽ 21 വയസ്സ്, ഒരു 37-40 വയസ്സിൻ്റെ ഉള്ളിലുള്ള ഈ ഒരു പ്രധാനപ്പെട്ട സമയം, ആ സമയം നമ്മൾ മനസ്സിലാക്കേണ്ട പ്രായം കൂടുന്തോറും ഈ അണ്ടത്തിൻ്റെ ക്വാളിറ്റി കുറയും എന്നുള്ളതാണ്. അതുകൊണ്ട് അതൊക്കെ വളരെ കൃത്യമായി മനസ്സിലാക്കി നമ്മൾ സിസ്റ്റമാറ്റിക്കലി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരു വിഷയത്തിലും നമുക്ക് പരാജയം ഉണ്ടാകില്ല. തുടക്കത്തിലെ ശ്രദ്ധിക്കാത്തത് കൊണ്ട് മാത്രം സംഭവിച്ച എത്രയോ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇത്തരം വിഷയങ്ങളൊക്കെ നമുക്ക് തരണം ചെയ്യാനുള്ള ചില മാർഗ്ഗങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. PCOD യും PCOS ഒക്കെ ഉണ്ടായാൽ രണ്ടും ഏകദേശം ഒന്ന് തന്നെയാണ്. ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിനൊക്കെ ഓവർകം ചെയ്യാൻ വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് റെമഡീസുകളുണ്ട്. അതിൽ പെട്ടതാണ് നമ്മൾ റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യുക എന്നുള്ളത്. ഒരു 40 മിനിറ്റെങ്കിലും എക്സസൈസ് ചെയ്യുമ്പോൾ നമുക്കതൊക്കെ ഇങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അതിൽ നിന്നൊക്കെ പതിയെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. അതേപോലെ തന്നെ നല്ല ഡയറ്റ് നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരിക. നല്ല ഡയറ്റ് എന്ന് പറയുമ്പോൾ ഈ PCOD യും PCOS ഒക്കെ ഉള്ള ആളുകൾ ഈ ആഡഡ് ഷുഗർ ആയിട്ടുള്ള ഈ പെപ്സി, കൊക്കക്കോള പോലെയുള്ള സോഫ്റ്റ് ഡ്രിങ്ക്സ് അത് പരമാവധി ഒഴിവാക്കുക. അതേപോലെ തന്നെ നമ്മൾ അരിഭക്ഷണങ്ങൾ ഒഴിവാക്കുക. ഓട്സ് കഴിക്കാവുന്നതാണ്. ഈ ഈ നോൺ വെജൊക്കെ നമ്മൾ പലപ്പോഴും ഈ ഫ്രൈഡ് ചെയ്തിട്ട് കഴിക്കുമല്ലോ, അതിന് പകരം അത് കറി വെച്ചിട്ടോ അല്ലെങ്കിൽ പുഴുങ്ങിയിട്ടോ മറ്റൊക്കെ കഴിക്കുക.
മാക്സിമം ഇനിയിപ്പോൾ അങ്ങനെ ചെയ്യണമെങ്കിൽ തന്നെ അത് ഒലിവ് ഓയിലൊക്കെ ഉപയോഗിച്ച് ചെയ്യുക എന്ന രൂപത്തിലേക്കൊക്കെ എത്താം. ഒക്കെ പരമാവധി മാക്സിമം ഈ എണ്ണയിൽ വറുത്തതൊക്കെ ഒഴിവാക്കുക. അതൊക്കെ ഈ PCODയുമായി ബന്ധപ്പെട്ടും PCOSയുമായി ബന്ധപ്പെട്ടൊക്കെ വളരെയധികം പ്രയാസങ്ങൾ ഉണ്ടാക്കും എന്നുള്ളത് സയൻസാണ് പറയുന്നത്. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കേണ്ട വിഷയമാണ് ആ കാര്യങ്ങളൊക്കെ. അതേപോലെ തന്നെ ഓവുലേഷൻ പ്രോപ്പറായിട്ട് നടക്കാൻ വേണ്ടിയിട്ടും അതിന് അനുസൃതമായിട്ടുള്ള ചില ഫുഡ് ഐറ്റംസുകളൊക്കെ നമ്മൾ ഉൾപ്പെടുത്തുക. ഓവുലേഷൻ യഥാർത്ഥത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. ഓവുലേഷൻ്റെ ടൈമിൽ കോൺടാക്ട് ചെയ്താൽ മാത്രമേ ഗർഭധാരണം പ്രഗ്നൻസി നടക്കുള്ളൂ. അങ്ങനെ തന്നെയാണ് സംഭവം ഉള്ളത്. അതതിൻ്റെ ഒരു ടേബിളൊക്കെ ഉണ്ട്. ഇത്തരം പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന കപ്പിൾസ് പലപ്പോഴും നമ്മുടെ അടുക്കൽ വരാറുണ്ട്. പലർക്കും ഓവുലേഷൻ എന്നാന്ന് കണ്ടെത്താൻ സാധിക്കാത്തവരുണ്ട്. ഓവുലേഷൻ കണ്ടെത്താൻ സാധിക്കാത്തവർക്കൊക്കെ അതെങ്ങനെയാണ് കണ്ടെത്തുക എന്നുള്ളതെന്ന് ഓവുലേഷൻ്റെ ടാബിളുണ്ട്, ഓവുലേഷൻ്റെ കാൽക്കുലേറ്റർ ഉണ്ട്. അതേപോലെ തന്നെ ഓവുലേഷനുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഡാറ്റാസ് നമുക്ക് പലയിടത്തുനിന്നും വായിക്കാനും മനസ്സിലാക്കാനും എങ്ങനെ കണ്ടെത്താം, അതിൻ്റെ സിംറ്റംസുകൾ എന്ത്, ആ സമയത്ത് ഫീമെയിൽസിൻ്റെ ബോഡിയിലുണ്ടാകുന്ന മാറ്റങ്ങളെന്ത്, ആ മാറ്റങ്ങളിലൂടെ എങ്ങനെ മനസ്സിലാക്കുക, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മളൊക്കെ അത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചതാണ്. ആ രൂപത്തിലൊക്കെ നമുക്ക് എല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ പ്രോപ്പർലി ഈ ഓവുലേഷൻ അത് കൃത്യമായി നടക്കാൻ നമ്മൾ ശ്രമിക്കണം. അതിനു വേണ്ടിയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. പ്രധാനമായിട്ട് പലരും പറയാറുണ്ട് അതിന് അവക്കാഡോ, ഈ ബട്ടർ ഫ്രൂട്ട് ഉണ്ടല്ലോ, അത് കഴിക്കുക. അതേപോലെ തന്നെ സ്വീറ്റ് പൊട്ടാറ്റോ, അത് മധുരക്കിഴങ്ങ് അത് ഉൾപ്പെടുത്തുക. നട്ട്സ് ഉൾപ്പെടുത്തുക. ഗ്രീൻ ബീൻസ് ഉൾപ്പെടെയുള്ള വെജിറ്റബിൾസ്, നാര് അടങ്ങിയിട്ടുള്ള ഫുഡ്സൊക്കെ നമ്മുടെ ഭക്ഷണത്തിലേക്ക് കൊണ്ടുവരിക. അത് ഓവുലേഷനും പ്രോപ്പറായിട്ട് നടക്കാൻ കാരണമാകുമെന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഒരു 2.5-3 ലിറ്റർ വെള്ളം നിർബന്ധമായിട്ടും ഇത്തരം സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നവരെല്ലാവരും കുടിക്കേണ്ടതാണ്. നന്നായിട്ട് കുടിക്കുക എന്നുള്ളതാണ്. അത് ഇത്തരം വിഷയങ്ങൾക്കൊക്കെ കൂടുതൽ ഹെൽപ്പ് ചെയ്യും. ചുരുങ്ങിയത് നമ്മൾ 7 മണിക്കൂറോ 8 മണിക്കൂറോ ഒക്കെ ഈ സന്ദർഭത്തിൽ ഉറങ്ങണം. ഈ PCOD ഉള്ളവരാണെങ്കിലും അതേപോലെ തന്നെ ഓവുലേഷനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുള്ളവരാണെങ്കിലും പ്രോപ്പറായിട്ട് ഉറക്കം കിട്ടണം എന്നാണ്. ഈ സ്ലീപ്പിംഗ് നന്നായിട്ട് കുറയുമ്പോൾ ഇത്തരം വിഷയങ്ങൾ കൂടുതൽ സങ്കീർണമാകാനേ സാധ്യതയുള്ളൂ. അപ്പോൾ ഈ ഓവുലേഷൻ നടക്കുന്നതുമായി ബന്ധപ്പെട്ട് ഈ പ്രഗ്നൻസിയൊക്കെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ഒരു മാസത്തിലെങ്കിലും നന്നായിട്ട് ജീവിതത്തിൻ്റെ തിരക്കുകളിൽ നിന്ന്, ജോലിയുടെ തിരക്കുകളിൽ നിന്നൊക്കെ ഒന്ന് മാറി നിന്ന് നല്ല രൂപത്തിൽ ഉറക്കം കിട്ടുന്ന രൂപത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ, ലൈഫ് സ്റ്റൈലിനെ ക്രമീകരിക്കുക എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. സ്ട്രെസ്സ് പരമാവധി ഒഴിവാക്കുക. നമ്മൾ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞത് സ്ട്രെസ്സ് ഉണ്ടായതുകൊണ്ടാണ് അവരങ്ങനെ ഒരു വിഷയത്തിലേക്ക് എത്തിയത്. സ്ട്രെസ്സ് മാറിയപ്പോൾ അവർക്ക് IVF പോലും ചെയ്യേണ്ടി വന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സ്ട്രെസ്സ് പരമാവധി ഒഴിവാക്കുക. സ്ട്രെസ്സ് ഒഴിവാക്കാനുള്ള ഒരു കാര്യമാണ് പാഷനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത്. നമുക്കിഷ്ടമുള്ള കാര്യങ്ങളിൽ വ്യാപൃതനാവുക. അപ്പോൾ സ്ട്രെസ് ഉണ്ടാവില്ല. നമ്മൾക്ക് മനസ്സ് വേദനിക്കുന്ന, മനസ്സിന് ടെൻഷൻ നൽകുന്ന വിഷയങ്ങളെ തൊട്ട് പരമാവധി മാറി നിന്ന് നല്ല ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യുക. സ്ട്രെസ്ലെസ് ലൈഫ് നമുക്ക് കിട്ടാൻ കാരണമാകും. കപ്പിൾസ് തമ്മിൽ പരസ്പരം നല്ല റിതമായിരിക്കുക, നല്ല താളത്തിൽ, നല്ല രൂപത്തിൽ മുന്നോട്ട് പോവുക. അപ്പോൾ അതും ഇത്തരം വിഷയങ്ങൾക്ക് അവരുടെ സ്ട്രെസ്സ് കുറക്കാനും ടെൻഷൻ കുറക്കാനൊക്കെ കാരണമാകും. ഇങ്ങനെ ഒരുപാട് റീസൺസുകൾ, ഇതിൽ വളരെ ചുരുങ്ങിയ ചില കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട്, മക്കളുണ്ടാകുന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനി എന്താണ് നമ്മൾ ഇത്തരം വിഷയങ്ങളൊക്കെ ശ്രദ്ധിക്കലോടുകൂടെ ആത്മീയമായിട്ട് നമ്മൾ ചെയ്യേണ്ട പരിഹാരം എന്താണ് എന്നുള്ളതാണ് പറയേണ്ടത്. മക്കളില്ലാത്തതുമായി ബന്ധപ്പെട്ട് അത്തരം ആളുകൾക്ക് ഉപയോഗിക്കാവുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഇസ്മാണ് നമുക്കൊക്കെ അറിയാം, അൽ മുസവ്വിർ എന്ന് പറയുന്ന ഇസ്മ. എന്താണ് മുസവ്വിർ എന്ന് പറയുന്ന ഇസ്മിൻ്റെ അർത്ഥം നമുക്കറിയാം. അള്ളാഹുവിൻ്റെ മഹത്തായൊരു ഇസ്മാണ് അൽ മുസവ്വിർ എന്നുള്ളത്. രൂപം നൽകുന്നവൻ, അനുയോജ്യമായ ആകാരമേകുന്നവൻ എന്നൊക്കെയാണ് ഈ പദത്തിൻ്റെ അർത്ഥം. വളരെ ശ്രേഷ്ഠമേറിയ പദമാണ്. ഈ പദവുമായി, ഈ ഇസ്മുമായി, അള്ളാഹുവിൻ്റെ അതിവിശിഷ്ടമായ ഇസ്മുമായി ബന്ധപ്പെട്ട് നല്ല ഒരു അമല്, ഒരു പിടി അമലുകൾ മക്കളാകാത്തവർക്ക് ഉപയോഗിക്കാവുന്ന അമലുകളുണ്ട്. ആർക്കും ചെയ്യാവുന്നതാണ്. ഈ ഇസ്മ പതിവായി ചൊല്ലുന്നവർക്ക് ഒരുപാട് മഹത്വങ്ങളും നേട്ടങ്ങളും നേടിയെടുക്കാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇത് പതിവായി ചൊല്ലിയാൽ ഗർഭധാരണ ശേഷി ഉണ്ടാകും, എല്ലാവിധ കഷ്ടപ്പാടുകളും നീങ്ങുകയും തടസ്സങ്ങൾ നീങ്ങുകയും സന്താനങ്ങൾ ജനിക്കാത്ത സ്ത്രീകൾ ഇത് ഉരുവിട്ടുകൊണ്ടിരിക്കൂ, തീർച്ചയായും ഉപകാരപ്പെടുമെന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. തീരെ പ്രസവിക്കാത്ത, ഒരുപാട് തടസ്സങ്ങളുള്ള, അത്തരം
ആളുകൾക്ക് ഗർഭിണിയാകാനുള്ള ഒരു മാർഗ്ഗമാണ് 7 ദിവസം നോമ്പനുഷ്ഠിക്കുക എന്നുള്ളത്. നോമ്പ് തുറക്കുന്ന സമയത്ത് ഈ ഇസ്മ് 21 തവണ വീതം ഉരുവിടുകയും വെള്ളത്തിലൂതുകയും ആ വെള്ളം കൊണ്ട് നോമ്പ് തുറക്കുകയും ചെയ്യാം. ഇഷ്ഫി എന്ന് പറഞ്ഞിട്ടാണ് ഊതേണ്ടത്. മറ്റൊന്നാണ് അസ്തമയ സമയത്ത് നമ്മൾ ഈ ഒരു ഇസ്മിനെ ഒരു ചതുരപാത്രത്തിൽ നിറയെ എഴുതുക. പിന്നെ അത് നല്ല ബുഖൂർ കൊണ്ടൊക്കെ പുകച്ച് ശുദ്ധജലം കൊണ്ട് മായ്ച്ച് ഒരാഴ്ചക്കാലം തുടർച്ചയായി അത് കുടിക്കുക എന്നുള്ളത്. അതുകൊണ്ട് നോമ്പ് തുറക്കാൻ കഴിയുമെങ്കിൽ നോമ്പ് തുറക്കുകയും ചെയ്യാം. അധികം താമസിയാതെ തന്നെ ബിഇദ്നില്ലാഹി തആല നല്ല മക്കളുണ്ടാകാൻ അത് കാരണമാകും. ഭാര്യയുമായിട്ടൊക്കെ കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് ഈ ഇസ്മു ഉരുവിടുന്നത് നല്ല രൂപമുള്ള, നല്ല ഭംഗിയുള്ള, ആകാര സൗഷ്ഠവമുള്ള മക്കൾ ജനിക്കാൻ അത് കാരണമാകും. ഇതിങ്ങനെ സ്ഥിരമായി ചൊല്ലിക്കൊണ്ടിരുന്നാൽ, ഇതിൻ്റെ അക്ഷരസംഖ്യ അനുസരിച്ച് ഇത് ഉരുവിട്ടുകൊണ്ടിരുന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മലക്കിനെ പ്രത്യേകമായിട്ട് പറഞ്ഞയച്ച് ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ, അവൻ എന്തിനു വേണ്ടിയാണോ ഇത് ചെയ്യുന്നത്, ആവശ്യം പൂർത്തീകരിക്കാൻ വേണ്ടി ഒരു മലക്കിനെ പ്രത്യേകമായി നിയോഗിക്കും എന്നുമൊക്കെ മഹാന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒരു അക്ഷരസംഖ്യ എന്ന് പറയുന്നത് നമുക്കറിയാം. മുസവ്വിർ എന്ന് പറയുമ്പോൾ മീമ് 40 സ്വാദ് 90 വാവ് 6 റാ 200 200ഉം 6ഉം 206ഉം 90ഉം 40ഉം 336 ഇതിൻ്റെ അപ്പോൾ ഇതിൻ്റെ അക്ഷരസംഖ്യയോളം ഉരുവിട്ടുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ 336 തവണ ഉരുവിട്ടുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളിൽ ഇത്തരം പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ ഇത്രയും കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായി ശ്രദ്ധിക്കലോടുകൂടെ നല്ല മക്കൾ ഉണ്ടാവണമെന്ന നെയ്യത്തോടുകൂടെ ഈ ഇസ്മും ഇതുമായി ബന്ധപ്പെട്ടതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. ഇനിയും ഒരുപാട് ആത്മീയമായ പരിഹാരങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മളെല്ലാം സമയത്തിനനുസരിച്ച് ഇൻഷാ അല്ലാഹ് പറയുമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മക്കളില്ലാത്തവർക്ക് നല്ല സ്വാലിഹീങ്ങളായ മക്കൾ നൽകട്ടെ. ഉള്ള മക്കൾ റബ്ബ് സുബ്ഹാനഹു വ തആല ഉപകരിക്കുന്ന നല്ല മക്കളാക്കി വളർത്തട്ടെ. എല്ലാവരും ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.